അനുഗ്രഹിക്കണോ അമ്മേ. ശരി മോനെ, ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവട്ടെ. മോനെ, നീ 2 ദിവസത്തേക്ക് ഒരിടത്തും പോവല്ലേ. നിന്നെ കണ്ട് കൊതി പോലും തീർന്നില്ല അമ്മയ്ക്ക്. എന്റെ അമ്മേ, ഇനി എന്റെ അമ്മയ്ക്ക് എന്നെ കാത്തിരിക്കേണ്ടിയേ വരില്ല. ഗവൺമെന്റ് ഹെലികോപ്റ്ററിൽ ഞാൻ എന്റെ അമ്മയെ കൂടെ തന്നെ കൊണ്ടുപോകില്ലേ. ആ, ഏത് കാര്യത്തിനാണോ ഞാൻ എന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങി പോയത്, അക്കാര്യം നേടിയിട്ടാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത്. ഇനി അമ്മയുടെ മകൻ ബിസിനസിനൊപ്പം രാഷ്ട്രീയത്തിലും കൂടെ ഒന്ന് തിളങ്ങാൻ പോവാ. ഇനി നഗരത്തിൽ എവിടെ നോക്കിയാലും ഗുലാബ് സിംഗ് സിന്ദാബാദ്, ഗുലാബ് സിംഗ് സിന്ദാബാദ് എന്ന് കേൾക്കാം. രാമ 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 രാമ, നിന്റെ മുഖത്ത് ഇത്രയും സന്തോഷം ഇതെങ്ങനെ സംഭവിച്ചു മോനെ? എന്റെ മോള് കാരണം. മോളോ? പാർട്ടി അധ്യക്ഷന്റെ മോന് നമ്മുടെ മോളെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ആ ബന്ധം ഉറപ്പിക്കുന്നതിന് വേണ്ടി അവരെനിക്ക് പാർട്ടിയുടെ ടിക്കറ്റ് തരാമെന്ന് വാക്ക് തന്നു. അപ്പൊ മനസ്സിലാക്കിക്കോ, നമ്മുടെ ഇഷ്ട കാരണം ഞാനും പാർട്ടിയിൽ തിളങ്ങാൻ പോവാ. അച്ഛൻ ദീർഘവീക്ഷണത്തോടെയാ കാര്യങ്ങൾ കണ്ടത്. ഇത് നമ്മുടെ ബിസിനസിനും സ്റ്റാറ്റസിനും രണ്ടിനും ഉപകരിക്കും. അല്ല പിന്നെ നമ്മുടെ ഇഷ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. അവള് കുറച്ചു മുന്നേ കോളേജിലേക്ക് പോയതേ ഉള്ളൂ. ഇന്ന് അവളുടെ നാടകമുണ്ട്. ഓ, അത് ശരി. ആ പിന്നെ കേട്ടോ അമ്മേ, നാളെ പയ്യന്റെ വീട്ടുകാർ ഇഷയെ കാണാനായിട്ട് വരുവാ. അവളെ സുന്ദരിയായിട്ട് ഒരുക്കി നിർത്തേണ്ട ചുമതല അമ്മയ്ക്കുള്ളതാ. ചെറുക്കന്റെ വീട്ടുകാർ നല്ല പ്രൗഢിയുള്ളവരാ. പക്ഷെ നമ്മുടെ മകളെ കാണാൻ റാണിയെ പോലെ ഇരിക്കണം. നാളെ തന്നെ ഘോഷയാത്രയായിട്ട് കൊണ്ടുപോകുന്ന വിധം ഞാൻ അവളെ നല്ലതായിട്ട് ഒരുക്കി തന്നെ നിർത്തും. നോക്കിക്കോ. നീയോ? ഈശ, ഞാൻ വളരെ കഷ്ടപ്പെട്ട് നിന്റെ ബോഡി ഗാർഡിന്റെ കണ്ണു വെട്ടിച്ച് എവിടെ എത്തിയത്. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനാണ്. എന്താന്ന് വെച്ചാ വേഗം പറയേ പ്ലീസ്. എന്റെ ജീവിതം ഒരു നാടകമായിരുന്നു ഈശ. പക്ഷെ ഈ നാടകത്തെ ഞാൻ ജീവിതമാക്കാൻ വന്നിരിക്കുന്നു. ഈ പേപ്പേഴ്സ് കൊടുത്തിട്ട് വരാം. ഞാൻ എന്റെ ശേഷിക്കുന്ന ജീവിതം നിന്നോടൊപ്പം ജീവിച്ച് തീർക്കാൻ ആഗ്രഹിക്കുന്നു ഈശ. എന്നാ നീ എന്റെ കൂടെ സൂരജ്, രോഹന് കൈവിടാൻ. ഞാനാ പറയുന്നത് കൈവിടാൻ. അതെ, ഞങ്ങൾ പരസ്പരം സ്നേഹിക്കാം. പക്ഷെ നീ ഇത് പോയി അച്ഛനോട് പറയേണ്ട ഒരു ആവശ്യവും ഇല്ല. ഞാൻ ഇന്ന് തന്നെ അച്ഛനോട് ചെന്നിട്ട് പറയാൻ പോവാ. ബട്ട് പ്ലീസ്, അതിനു മുൻപ് നീ പോയി ഒന്നും പറയരുത് പ്ലീസ്. നീ എത്ര ക്രൂരനൊന്നും അല്ലല്ലോ. 1 മണിക്കൂർ ഒന്ന് ക്ഷമിച്ചൂടെ? അച്ഛനോട് ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ, ഒരു മകളെ പോലെ. എന്താ? ഇഷ, രോഹൻ, വേഗം വരൂ, പ്ലേ ആരംഭിക്കാൻ പോകുന്നു. സൂരജ്, ഞാൻ എന്റെ മകളുടെ ഉത്തരവാദിത്വം നിന്നെ ഏൽപ്പിക്കുക. ഒരു പ്രാവശ്യം അവളെന്നോട് കള്ളം പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമതൊരു സാഹചര്യത്തിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ അവളെ പ്രൊട്ടക്ട് ചെയ്താൽ മാത്രം പോരാ. അവൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ആരെ കാണാൻ പോകുന്നു, എല്ലാ കാര്യങ്ങളും നീ എന്നെ കൃത്യമായിട്ട് അറിയിച്ചിരിക്കണം. മനസ്സിലായോ?
അവള് ശരിയെന്ന് പറഞ്ഞാലും തെറ്റെന്ന് പറഞ്ഞാലും ഒരു നിമിഷം പോലും വൈകാതെ എന്നെ അപ്പോൾ തന്നെ അറിയിച്ചിരിക്കണം. അവളത് ഒരിക്കലും അറിയാനും പാടില്ല. ഞാൻ ഇന്ന് തന്നെ അച്ഛനോട് ചെന്നിട്ട് പറയാൻ പോവാ. ബട്ട് പ്ലീസ്, അതിനു മുൻപ് നീ പോയി ഒന്നും പറയരുത് പ്ലീസ്. നീ അത്ര ക്രൂരനൊന്നും അല്ലല്ലോ. നീ എന്നോട് സത്യസന്ധനായിരിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എനിക്ക് അദ്ദേഹത്തിന്റെ വിശ്വാസം നഷ്ടപ്പെടുത്താനാകില്ല. സർ, ഇഷയ്ക്ക് കോളേജിലൊരു പയ്യനുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. എനിക്ക് തോന്നുന്നത് അവർക്കിടയിൽ മറ്റെന്തൊക്കെ ഉണ്ടെന്നാണ്. അവളിപ്പോ എവിടെ ഉള്ളത്? കോളേജിലെ ഡ്രാമയ്ക്ക് നിൽക്കുക. ആ ഡ്രാമ മതിയാക്ക. അവളെ വേഗം എന്റെ അടുത്തേക്ക് കൊണ്ടുവാ, ഇപ്പൊ തന്നെ. ശരി. രാജകുമാരനോട് ആർക്ക് വേണമെങ്കിലും പ്രണയം തോന്നാം. എന്നാൽ ശരിയായ പ്രേമം അതല്ല. അത് സൗന്ദര്യം കണ്ടല്ല, ഹൃദയം കൊണ്ടാവണം. ഞാൻ ആരെയാണോ സ്നേഹിക്കുന്നത് അയാൾ മറ്റുള്ളവരുടെ കണ്ണിൽ നല്ലവനാവണം എന്നില്ല, വില്ലനായിരിക്കും. എന്നാൽ എന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഞാൻ പറയും അയാളാണ് ഈ ലോകത്തെ സുന്ദരനെന്ന്. എന്നാൽ എന്റെ കണ്ണിലൂടെ നോക്കുമ്പോ ഞാൻ പറയും അയാൾ ബീസ്റ്റ് അല്ല, എന്റെ ഫ്രണ്ട്സ് ആണെന്ന്, എന്റെ എല്ലാം ആണെന്ന്. അവനോടൊപ്പം നിന്ന് ഈ ലോകത്തിലെ എല്ലാ തടസ്സങ്ങളെയും നീക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന്. ഇതാരാ? ഈ സ്ക്രിപ്റ്റില് ഇതൊന്നും എഴുതിയിട്ടില്ലല്ലോ. ഈശ, ഈശ, നീ ആരാ? എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഒരുപാട് സന്തോഷിച്ചില്ലേ നീ? എന്റെ മകള് നിന്റെ കാലിന്റെ ചോട്ടിലെ മണ്ണ് വരെ ഇല്ലാതാക്കും. അച്ഛാ, സൂരജ് ഫോൺ എടുക്കുന്നില്ലല്ലോ. അച്ഛാ, എനിക്കിത് ആരാന്ന് അറിയില്ല. എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. ഈശ, ഒരടി മുന്നോട്ട് പോകരുത്. നീ ഇവിടെ നിന്നാ മതി, മനസ്സിലായോ? ഗുലാബൻ, നീ കാണുന്നില്ല ഇവളുടെ കണ്ണുകളിലെ കളങ്കം? ഈ ഗംഗാജലത്തിന് പോലും കഴിയുന്നില്ല കളങ്കം മാറ്റി പവിത്രമാക്കാൻ.
ഒരുപാട് ലാളിച്ചല്ലേ നീ ഇവളെ വളർത്തിയത്. പക്ഷെ എനിക്ക് അറിയാമായിരുന്നു ഇവളുടെ അഹങ്കാരിയായ അമ്മയെ പോലെ തന്നെ നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സ് കളയുമെന്ന്. ദേ, നിന്റെ അച്ഛൻ നിന്നെ സ്വർണത്തിൽ മൂടാൻ ശ്രമിക്കുമ്പോ നീ ഈ കുടുംബത്തിന് മേൽ ചെളിവാരി വിതറാൻ ശ്രമിക്കുകയാണല്ലേ. കൃത്യസമയത്ത് തന്നെ സൂരജ് നിന്റെയും പിന്നെ രോഹന്റെ ചുറ്റിക്കളി ഞങ്ങളെ അറിയിച്ചു കഴിഞ്ഞു. ഒരു നിമിഷം പോലും നീ ഈ കുടുംബത്തിനെ പറ്റി ചിന്തിച്ചില്ലല്ലോടി. അച്ഛാ, ഞാൻ അച്ഛനെ വിഷമിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. കള്ളം പറയണമെന്ന് ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല അച്ഛാ. ഞാൻ പ്ലേ കഴിഞ്ഞിട്ട് എന്റെ രോഹന്റെയും കാര്യം മതി. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഒരിക്കൽ കള്ളം പറഞ്ഞു തുടങ്ങിയാൽ അതൊരിക്കലും ആരെ കൊണ്ടും അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന്. അച്ഛാ, ഞാൻ അച്ഛനോട് എല്ലാം സത്യമായിട്ടും പറയാനിരുന്നതാ. അച്ഛനറിയാലോ, ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അച്ഛനെയാ. ഞാൻ അച്ഛനോട് എല്ലാം തുറന്നു പറയാനാ വിചാരിച്ചിരുന്നത്. പിന്നെ എന്താ ഇതുവരെ പറയാതിരുന്നത്? എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണോ എന്നോട് പറയാൻ വന്നിരിക്കുന്നത്? ഈ വീട്ടിൽ ഇനി അതറിയാൻ ആരും തന്നെ ബാക്കിയില്ല. എല്ലാവരും ഗുലാബ് സിംഗിനോട് ചോദിക്കുകയാണ്. നമ്മുടെ സമ്മതമില്ലാതെ നീ ഇനി പുറത്തേക്ക് പോവില്ല, മനസ്സിലായോ?